ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹൈനെക്ക് വെച്ചിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കണേ. കൂടാതെ പാഡ് കൂടി അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാനുള്ള ഫാബ്രിക് ഇതുപോലെ ഫോൾഡ് ചെയ്തിടണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാക്ക് പീസ് ആണ് കേട്ടോ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താഴെ ഭാഗത്തായിട്ട് നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കണം. അതിനുശേഷം 1/2 ഇഞ്ച് മുകളിൽ ഒരു ലൈൻ കൂടി വരച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ ലൈനിൽ നിന്നും മുകളിലോട്ട് എത്രയാണോ ലെങ്ത് എടുക്കേണ്ടത് അത് മാർക്ക് ചെയ്യണം. എനിക്കിവിടെ 14 ഇഞ്ച് ലെങ്ത് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ 14 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തു. അതൊരു നേരെ ലൈനാക്കി വരച്ചു കൊടുത്തു. അതിനുശേഷം മുകളിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അതും നേരെ ഒരു ലൈനാക്കി വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഹൈനെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഷോൾഡർ എത്രയാണോ അത്രയും തന്നെ മാർക്ക് ചെയ്യണം. എനിക്കിവിടെ 14 ഇഞ്ചാണ് ഷോൾഡർ തന്നിരിക്കുന്നത്. അപ്പോൾ 14ന്റെ പകുതി 7 പ്ലസ് തയ്യൽ തുമ്പോഴും കൂടെ കൂട്ടി ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോൾ ആണ് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോൾ കണ്ടുപിടിക്കുന്നത് ചെസ്റ്റ് വണ്ണം ഡിവൈഡഡ് ബൈ 6. എനിക്കിവിടെ 34 ആണ് ചെസ്റ്റ് വണ്ണം. അപ്പോൾ 34 ഡിവൈഡഡ് ബൈ 6 എനിക്ക് 5.6 ആണ് കിട്ടിയത്. അതവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം ആണോ മാർക്ക് ചെയ്യേണ്ടത്. ഇതിന്റെ ചെസ്റ്റ് വണ്ണം 34 ആണ്. 34 ഡിവൈഡഡ് ബൈ 4 അപ്പോൾ 8.5. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യണേ. നമ്മുടെ താഴത്തെ അളവും അതുപോലെ തന്നെ ചെയ്യണം. അതിൻ്റെ എത്രയാണോ അതിൻ്റെ 4/1 പ്ലസ് 1.5 ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്യണം. ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ആം ഹോൾ ലെങ്ത്തിന്റെ പകുതി മാർക്ക് ചെയ്യണം. ആ പോയിന്റിൽ നിന്ന് ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കർവ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ബാക്ക് പീസിന്റെ മാർക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രണ്ട് പീസിന്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് പീസിനേക്കാളും ഒരു 1.5 ഇഞ്ച് കൂടെ ലെങ്ത് കൂട്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കണേ. ഷോൾഡർ നമുക്ക് ഇവിടെ സെയിം തന്നെയാണ്. ആം ഹോള് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് പോയിട്ട് കൊടുത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണേ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടക്കക്കാർക്കൊക്കെ ഫ്രണ്ട് പീസിൽ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ പ്രിൻസസ് കട്ടൊക്കെ ചെയ്ത് വന്നിട്ട് നമ്മളത് ജോയിന്റ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ചെസ്റ്റ് വണ്ണം എത്താതെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് വണ്ണും താഴത്തെ ഷേപ്പ് വണ്ണും എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് പ്രിൻസസ് കട്ടിനുള്ള പോയിന്റുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ടക്ക് കട്ടിങ്ങിനുള്ള പോർഷനാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിവിടെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്ന 9.5 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ നിന്ന് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ടക്ക് വിഡ്ത്ത് എത്രയാണെന്ന് നോക്കണം. വിഡ്ത്ത് ഇവിടെ 8 ഇഞ്ചാണ് തന്നിരിക്കുന്നത്. അപ്പം 8ന്റെ പകുതി 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ താഴ്ഭാഗത്ത് ഞാനൊരു 3.25 മാർക്ക് ചെയ്തു. അത് ഒരു ലൈനാക്കി വരച്ചു കൊടുത്തു. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ആം ഹോളിന്റെ സെന്റർ പോർഷനിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുത്തു. ആ ലൈനിന്റെ സെന്ററിൽ 1/2 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഒരു കർവ് പോലെ വരച്ചു കൊടുത്തു. താഴ്ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് മാറ്റി ഒരു ലൈൻ വരച്ചു കൊടുത്തു. ആ പോയിന്റിൽ നിന്ന് നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തു. അപ്പം നമ്മുടെ പ്രിൻസസ് കട്ട് ഇവിടെ കഴിഞ്ഞു. അത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് സ്ലീവ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഫാബ്രിക് ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിടണം. അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കണം. അതിനുശേഷം 1/2 ഇഞ്ച് മുകളിൽ ഒരു ലൈൻ കൂടി വരച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടെ കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാൻ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 പ്ലസ് 1.5 ഇഞ്ചോട് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്തായിട്ട് കൈവണ്ണം എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ പഫ് സ്ലീവ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് ലെങ്ത് മുകളിലേക്കാക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവിന്റെ കർവ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ചെസ്റ്റ് വണ്ണം ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എനിക്കിവിടെ 3.4 ആണ് കിട്ടിയത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പഫ് സ്ലീവിന് വേണ്ടിയിട്ട് മുകളിൽ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ച് അത് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് സ്ലീവിന്റെ ഫ്രണ്ട് പോർഷൻ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതും കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുന്നുണ്ടാവും.
അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് പാഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷന് ഒരു പീസും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസസ് തന്നെ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസസ് എല്ലാം നമ്മൾ നല്ല പീസിലേക്ക് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് പീസസ് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ തുണി ഒട്ടും വേസ്റ്റ് ആവാണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫുള്ള്. ഇപ്പം ഞാൻ ഹൈനെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് കേട്ടോ ഈ നെക്കുകളെല്ലാം ചെയ്യുന്നത്. ബാക്ക് നെക്കിൽ ഇതുപോലെ പാറ്റേണൊക്കെ വരുന്നത് നമ്മൾ ക്യാൻവാസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസസ് ഫ്രണ്ട് പീസിൻ്റെ എല്ലാം ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ലൈനിങ്ങും നല്ല പീസും കൂടെ കൂട്ടി ഇതുപോലെ ആദ്യം ജോയിൻറ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നല്ല പീസും ഒരു ലൈനിങ്ങും കൂടെ കൂട്ടി നമ്മൾ ചേർത്ത് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. നമുക്ക് പാട് വെക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പീസും കൂടെ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് കാരണം ഞാൻ ആ ഒരു പീസിലാണ് കേട്ടോ ക്യാൻവാസ് അയൺ ചെയ്ത് പിടിപ്പിച്ചേക്കണത്. പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കണ 3 പീസുകൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കണേ. ഫ്രണ്ട് പീസ് ടോട്ടൽ ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ബ്ലൗസിൻ്റെ നെക്കിന് ഞാൻ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്ക് ഒരു 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ 1.5 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് ഓപ്പൺ വരത്തക്ക രീതിയിലാണ് നമ്മൾ ഈ പാറ്റേൺ ചെയ്തെടുക്കണേ. ഈ ഒരു പാറ്റേണിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സമയക്കുറവ് പോലെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റിൽ പലതിൻ്റെ വീഡിയോസ് ഫുൾ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സമയക്കുറവ് മൂലമാണ് ഇടാൻ പറ്റാതിരിക്കണേ. ഓരോന്നായിട്ട് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ കട്ടിങ്ങിലോ സ്റ്റിച്ചിങ്ങിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഫ്രണ്ട് പോർഷനിലെ ലൈനിങ്ങും നല്ല പീസും കൂടി അറ്റാച്ച് ചെയ്തു. ഇനി ആ ലൈനിങ് ഇത് അറ്റാച്ച് ചെയ്തത് ഒന്നും കൂടെ ഞാൻ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡും ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത പീസിലോട്ടാട്ടോ ക്യാൻവാസ് ചെയ്ത പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ പാട്ടെല്ലാം ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫിനിഷിംഗ് ലുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാൻവാസ് ചെയ്തെടുത്തത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത പീസിൻ്റെ മുകളിലോട്ട് ക്യാൻവാസ് ഒട്ടിച്ച് പീസ് ഇതുപോലെ വെച്ച് കൊടുത്തു. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് മറിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് മറച്ചെടുത്തതിന് ശേഷം 2 പീസോടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ 2 പീസ് കൂടെ ഞാൻ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ശേഷം ഈ പീസിലാണ് കേട്ടോ നമ്മൾ കപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ടക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തത് ഈ പീസിൽ നമ്മൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്തു. ഞാൻ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ പോയിന്റിലാണ് കേട്ടോ നമ്മൾ കപ്പ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ കപ്പിൻ്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തു. കണ്ടോ, വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ബ്ലൗസിനൊക്കെ നമ്മൾ കപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ടക്കിൻ്റെ പോയിന്റ് മാറാതെ തന്നെ ആ പോയിന്റിൽ തന്നെയാണ് നമ്മൾ കപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്ലൗസ് ഫിനിഷ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അവസാനം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടക്കക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് ഒന്ന് കണ്ടു നോക്കണേ.